ഞാൻ ഒറ്റയ്ക്കാണ്. ഓൾവേസ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ അത് ഓപ്പണായിട്ട് തുറന്നു പറയുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കായിരുന്നു, ഒറ്റയ്ക്കാണ്. എൻ്റെ മക്കൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഈ നാട്ടുകാരെ മുഴുവൻ, അന്നെ നെഞ്ചിലേറ്റിയ ആളുകളെ മുഴുവൻ പറ്റിക്കുകയായിരുന്നോ? പ്രിയമുള്ളവരെ, ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓളുടെ പേരെന്താണ്? നിരവധി ആളുകൾ, മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ നെഞ്ചിലേറ്റിയ ഒരു പെൺകുട്ടി തന്നെയാണ്. 5 കുട്ടികളുടെ ഉമ്മയായ ഒരു വീടരാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ ഈ ഒരു പെൺകുട്ടിക്ക്, ഈ 5 കുട്ടികളുടെ അമ്മയ്ക്ക് എന്താണ് ഈ ഒരു അവസ്ഥ വന്നത്? ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. വളരെ നിരാശാജനകമായ ചില വെളിപ്പെടുത്തലുകൾ ഓൾ നടത്തുന്നുണ്ട്. നമുക്ക് വളരെ വിശദമായി എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമേ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ചാനലൊന്ന് ഹൈപ്പ് ചെയ്ത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഈയൊക്കെ ഇനി എന്താണ് പഠിക്കുക? എന്താണ് സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നൊരു വാശിയാണോ? ആരോടാണ് ഈ വാശി? മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിലു ടോക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിനെ നെഞ്ചിലേറ്റാനുണ്ടായിരുന്ന പ്രധാന കാരണം ഇവരുടെ ആ ഒരു ഫാമിലി ബ്ലോഗിൽ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിച്ചത് ഇവർ നടത്തിക്കൊണ്ടിരുന്ന ചാരിറ്റികൾ. വളരെയധികം ചാരിറ്റി നടത്തുന്ന വലിയ ഒത്തൊരുമയുള്ള സ്നേഹനിധികളായ ഒരു ഭർത്താവും ഭാര്യയുമായിരുന്നു. ബിസിനസ്സുകൾ അടക്കമുണ്ട്, ചില ബിസിനസ്സുകളുണ്ട്. അതുപോലെ തന്നെ വളരെ ലക്ഷറിയായി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു. 5 കുട്ടികൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി ഇവർ അകന്ന് കഴിയുകയായിരുന്നു. അതിനുശേഷം ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഓൾ നടത്തി. ഒന്ന് മാത്രം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറയാം. ഒരു പെണ്ണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തീരുന്നിടത്ത് പല ബന്ധങ്ങളും അവസാനിക്കും. അതായത് നമ്മൾ കണ്ട റീൽസ് മുഴുവൻ ഓളെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. ഓൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് മാത്രം ഈ ഒരു ജീവിതം ഇതുവരെ മുന്നോട്ട് പോയെന്നാണ് ഓൾ പറയുന്നത്. വലിയ രീതിയിൽ ഓൾ അഡ്ജസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പണ്ടേ ഈ റീൽസുകൾ കാണാനുള്ള ഭാഗ്യം നമ്മൾക്കുണ്ടാകില്ലായിരുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. ഞെട്ടിക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ തന്റെ ജീവിതത്തെക്കുറിച്ച് ഓള് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, എത്ര കാലമായി ഈ പ്രോബ്ലംസ് ഒക്കെ തുടങ്ങിയിട്ട് ഈ എന്തുകൊണ്ട് ഇതൊന്നും നേരത്തെ പറഞ്ഞില്ല? എൻ്റെ ഫാമിലി ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും ഫാമിലിയിൽ നടക്കുന്ന പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. 10-15 കൊല്ലമായിട്ട് എപ്പോഴും പ്രോബ്ലംസ് ഒക്കെ തന്നെയായിരുന്നു. പിന്നെയും എൻ്റെ അങ്ങേയറ്റം ഞാൻ ഈ ലൈഫ് ചിന്നിച്ചിതറി പോവാതിരിക്കാനും കൈവിട്ട് പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും സീരിയസ് ആയിട്ട് പ്രോബ്ലംസ് തുടങ്ങിയത് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നു. പിന്നെയും പിടിച്ചു നിന്നു. എല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയ സമയത്താണ് നിങ്ങൾ എന്നെ യൂട്യൂബിലൂടെ കാണാൻ ഇടയായത്. അല്ലാതെ പൈസ വന്നപ്പോൾ ആരെങ്കിലും എനിക്ക് വേണ്ടാണ്ടായതോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും വേണ്ടാതായതോ ഒന്നുമല്ല. പൈസ ഇല്ലാത്ത സമയത്ത് അത്രയും കൂടെ നിന്ന് ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ സ്വത്തും ഷോപ്പുകളും വരുമാനവും എല്ലാം നേടിക്കൊടുത്തതിന് ശേഷമാണ്, ഇപ്പോഴാണ് ഞാനൊന്നുമല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ആ ഒരു വീട്ടിൽ നിന്ന് എൻ്റെ അധ്വാനം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ട ആ ഒരു വീട്ടിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങി വരുന്നത്. അതായത് ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. ഓളി വീഡിയോ കാണേണ്ടവർ പോയി ഇവിടെ കാണുക. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 17.5 വയസ്സിൽ കല്യാണം കഴിച്ച ഈ ഒരു പഹയൻ, ഭർത്താവ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ലേശം മുറ്റിയൊരു ഇനമാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കുറച്ച് ഏജ് വ്യത്യാസമുണ്ട്. അത്തരത്തിലൊരു പഹയനെ കല്യാണം കഴിക്കുന്നു. സാമ്പത്തികമായി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി കമ്പനികൾ അടക്കമുണ്ട്. അതിലൊക്കെ ഓളും സഹായിച്ചിരുന്നു. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം മാത്രം ഓള് പറയുന്നില്ല. ഓനൊരു കാമക്കടവിയായി മാറാൻ ശ്രമിച്ചു എന്ന് സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓനിക്ക് അതിനുള്ള ത്രാണിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഓനെ അത്രയ്ക്ക് അങ്ങോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വയ്യ. ഓന് 5 കുട്ടികളെ ഉണ്ടാക്കിയ ഒരു പഹയനാണ്. ആ ഒരു മേഖലയിൽ എനിക്ക് ചില താല്പര്യങ്ങൾ കൂടുതലില്ലേ എന്നൊരു സംശയം ഇല്ലാതില്ല.
എന്നാൽ പോലും ഓനൊരു കാമക്കടിവിയായി മറ്റൊരു ബന്ധത്തിലേക്ക് പോയത് കൊണ്ടാണ് ഈ രീതിയിൽ ഒരു ഡിവോഴ്സ് ഉണ്ടായതെന്ന് പറയാൻ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതിലെനിക്ക് മറ്റൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. അഭിപ്രായം പറയുന്ന ആൾക്കാർ, ഇപ്പം എനിക്കൊരു കാര്യത്തിൽ അഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഇൻവോൾവ് ആയിരിക്കണം. എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കണം. അല്ലാത്ത കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതേപോലെ തന്നെ ഇപ്പോൾ എന്നെക്കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ മക്കളുടെ വാപ്പാനെ കുറിച്ച് കുറ്റം പറയാനോ ഈ കാണുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ അവകാശമില്ല. ആളെക്കുറിച്ച് ഈ ഭൂമിയിൽ കുറ്റം പറയാൻ അവകാശമുള്ള ഒരാൾ ഞാൻ മാത്രമായിരിക്കും. അതായത് ഓള് പറയുന്നത് കുട്ടികളുടെ വാപ്പയ്ക്കും പ്രശ്നമില്ല, ഓൾക്കും പ്രശ്നമില്ല, കുട്ടികൾക്കും പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് പ്രശ്നം? അതായത് ഒന്നും അറിയാതെ ഓലെക്കുറിച്ച്, ഓലെ കുടുംബത്തെക്കുറിച്ച് മോശമായ അഭിപ്രായം പറയുന്ന കള്ള ഹിമാറുകളെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ഇത് നേരത്തെ പറയാന്ന് നിങ്ങളുടെ ഒപ്പം ഒരാഴ്ച ഒന്ന് താമസിച്ചതിന് ശേഷം എല്ലാം ഒന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം അഭിപ്രായം പറയായിരുന്നു. അല്ല, ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ ഈ 5 കുട്ടികളെ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു പഹയൻ ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് ഈ ഒരു ബന്ധം വേർപെടുത്തി? വല്ലാത്ത ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയാണത്. ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഗതികെട്ട പൈസ എന്നാണ്. അത്രയും മോശമായ രീതിയിലാണ് പറയുന്നത്. കാരണം ഈ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞ ഗുണമൊന്നുമില്ല. ഇഷ്ടത്തോടെ വീഡിയോ കാണുന്ന ഉടനെ വീഡിയോ ലൈക്ക് ചെയ്ത് നല്ല കമൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് അതിൽ ഫുള്ളായിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ കാണുന്നത് കൊണ്ട്, പിന്നെ യൂട്യൂബ് മുതലാളി അവിടുന്ന് അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ ഇടുന്നതുകൊണ്ട് യൂട്യൂബ് മുതലാളി അവിടുന്ന് തരുന്ന പൈസയാണ്. അതിന് പോലും ഇവരുടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്നോ അല്ല സ്വത്തും ഇതാക്കി നമുക്ക് തരുന്ന പോലെ ഞങ്ങൾ കണ്ടിട്ടാണ് നിനക്ക് പൈസ കിട്ടുന്നത്, ഞങ്ങളുടെ ചിലവിലാണ് നീ ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞ് നിനക്ക് നീ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പൊന്നോ, സത്യം പറയല്ലേ, ഇങ്ങനത്തെ റീച്ച് ആരെങ്കിലും ജീവിതത്തിൽ പ്രതീക്ഷിക്കുമോ? നിങ്ങളുടെ വായിന്നൊക്കെ ഇങ്ങനെ കേൾക്കാൻ ഒരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമോ? അതായത് പ്രേക്ഷകർ എന്ന് പറയുന്ന കള്ള ഹമുക്കുകളോടാണ് ഓൾ ഇത് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് അടിക്കണമെങ്കിൽ നല്ല നല്ല കമന്റുകൾ അടിക്കുക. അതായത് ഫാമിലി വ്ലോഗ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ മോശം കമന്റുകൾ വരിക, അല്ലെങ്കിൽ ഒരു ഡൈവോഴ്സ് നടക്കുമ്പോൾ അവിടെ മോശം കമന്റുകൾ ഇടുക, അവഹേളിക്കുക, അതൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് നല്ല നല്ല കമന്റുകളാണ് വേണ്ടത്. എന്തോ സംഭവിച്ചോട്ടെ, നമ്മുടെ ബ്ലോഗിൽ എന്തോ നടന്നോട്ടെ, അവിടെ വേണ്ട കമന്റുകൾ നല്ല നല്ല നമ്മളെ വാഴ്ത്തിപ്പാടുന്ന, നമ്മളെ പുകഴ്ത്തുന്ന കമന്റുകൾ വരണം. അത് തന്നെയാണ് ഓളുടെ ആവശ്യം. ഓൾ ഇത്രയും അധികം വിഷമിച്ചിരിക്കുമ്പോൾ വീണ്ടും ഹലാക്കിലെ കമന്റുകൾ കൊണ്ടിട്ട് ഓളെ വീണ്ടും ദുഃഖത്തിലോട്ട് തള്ളിയിടുന്നത് അത്ര ശരിയായ കാര്യമാണോ? അത്തരത്തിൽ കമന്റുകൾ അടിച്ചിട്ട് ആ രീതിയിലുള്ള പൈസ നമുക്ക് വേണ്ട എന്നാണ് ഓള് പറയുന്നത്. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആ ഒരു ലാസ്റ്റ് പോയിന്റ് വരെ നിങ്ങൾക്ക് എന്നെ ഇതിൽ കാണാനായിട്ട് പറ്റും. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. ഇതൊരു ദുഃഖകരമായ ഒരു ഡയലോഗ് തന്നെയാണ്. സീരിയസ്ലി 5 കുട്ടികളുടെ ഒരു വീടരാണ്. ഓൾ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായും അത് കേൾക്കേണ്ടത് ഭർത്താവെന്ന് പറയുന്ന, വാപ്പെന്ന് പറയുന്ന ഒരു പഹയൻ തന്നെ. ഓനത് കേട്ടിട്ട് മനസ്സലിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണ് മനസ്സലിയുക? അതായത് ഓള് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും എന്നുള്ളൊരു ട്യൂണിലാണ് ഓള് സംസാരിച്ചിരിക്കുന്നത്. സോ തീർച്ചയായും ഭർത്താവെന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട മാറ്റർ തന്നെയാണ്. എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കാം സംഭവിച്ചത്? ഓളുടെ പല റീൽസും കണ്ടതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ആ ഒരു റീൽസ് വരട്ടെ. ഞങ്ങൾ കുട്ടിമക്കളെല്ലാരും കൂടി രാത്രികാലം നമ്മുടെ പരിപാടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ അപ്പുറത്തെ ഒരു കോളിംഗ് ബിൽട്ടിംഗ് ടോങ് ദേ ഞങ്ങൾ പോയി നോക്കിയ സമയത്ത് ഇക്ക വന്നു കേട്ടോ. അപ്പൊ എനിക്കൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള അൺറൊമാൻറ്റിക് മൂരാച്ചകൾക്ക് നമ്മൾ അടുത്ത് നല്ലൊരു പണി കൊടുക്കാമേ. കാത്തിരിക്കുന്ന ഭാര്യമാർക്ക് സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ കൊടുത്തു വാങ്ങിയാൽ മതി. ഇത് അതായത് ഓൾഡ് റീൽസിൽ ഓള് പറയാതെ പറഞ്ഞത് അന്റെ കെട്ടിയോൻ, അന്റെ പൊയ്യാപ്പിള ഈ ഒരു പഹയൻ ഓനൊരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാണെന്നാണ് ഓള് പറയാതെ പറഞ്ഞത്. ഓൾക്ക് ആ ഒരു മേഖലയിൽ കുറച്ച് റൊമാൻറ്റിക് ആവാൻ കഴിയുന്നില്ല എന്നൊരു പരാതി ഉള്ളതായി ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ ഈ പറയുന്ന ഈ റീൽസ് ലൈഫും അല്ലെങ്കിൽ റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ ഈ ഷോർട്ട് വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും മോഹിച്ചോ, വീട്ടിലുള്ള പഹയന്മാരെ ഒരുപാട് പേര് തെറി വിളിച്ചിട്ടുണ്ടാവും. ഓന്റെ മാതിരി ഒരു ഭർത്താവ് എനിക്ക് കിട്ടിയില്ല. ലേശം പ്രായം കൂടി ഒരു പഹയനാണെങ്കിൽ എന്താ ഓൻ കാട്ടിക്കൂട്ടുന്ന കാട്ടലുകൾ കണ്ടില്ലേ, ഓൻ മുറ്റമടിക്കുന്ന കണ്ടില്ലേ, പെരയടിക്കുന്ന കണ്ടില്ലേ, ഓളെ എന്തെല്ലാം ചെയ്ത് ഓളെ സന്തോഷിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള കള്ള ഹിമാറുകൾ
ആളുകളെ, തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച ബിലാലുകളെ, അയ്യൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. ഓൾമോസ്റ്റ് എല്ലാ ഇമാറുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇനിവേ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. അല്പം റൊമാൻറ്റിക് അല്ലാത്തിരുന്നതിന്റെ പേരിൽ ഓൾക്ക് ഈ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതാണോ എന്താണെന്നുള്ള കാര്യം ഓള് വെളിവാക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഓൾക്ക് അവിടെ എല്ലാം ഉണ്ടായിരുന്നു. കോഴിക്ക് കോഴി, ആടിന് ആട്, മാടിന് മാട്, ചെമ്മീന് ചെമ്മീന്, എല്ലാം ഓക്കുണ്ടായിരുന്നു. പക്ഷെ ലേശം റൊമാൻസ് ഓനിക്ക് കുറഞ്ഞു പോയി എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലൊരവസ്ഥ ഒരു ഫാമിലി ബ്ലോഗേഴ്സിനും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുക. ഈ ഒരു പെൺകുട്ടിക്ക് നിരവധി ആളുകൾ സപ്പോർട്ടായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരുപാട് പേര് ഇപ്പോഴും നെഞ്ചിലേറ്റുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ നെഞ്ചിലേറ്റുന്നത്. അതല്ല ഓളുടെ ഭാഗത്താണ് തെറ്റെന്ന് കമന്റ് അടിക്കുന്നവരും ഉണ്ട്. ഇനിവേ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റായി രേഖപ്പെടുത്തുക. ഇത്തരം ആളുകളെ നെഞ്ചിലേറ്റുമ്പോൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.